RCB വിജയാഘോഷത്തിനിടെ വൻ ദുരന്തം. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് അപകടം നടന്നത്. തിക്കിലും തിരക്കിലും 10 മരണമെന്ന റിപ്പോർട്ട്. 6 പേരുടെ നില ഗുരുതരം. കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സുനിൽ അനുമാനൂർ ചേരുകയാണ്. സുനിൽ, വളരെ വലിയൊരു ദാരുണമായ സംഭവമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ നടന്നിരിക്കുന്നത്. ഒരു വലിയ വിജയാഘോഷത്തിനിടയിലാണ് ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. തിക്കിലും തിരക്കിലും പെട്ട് 10 പേർ മരിച്ചു. ആ ഒരു നിമിഷവും ഈ വരുന്ന ഓരോ മണിക്കൂറിലും ചിലപ്പോൾ ഈ മരണസംഖ്യ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം 6 പേരുടെ നില ഇപ്പോൾ തന്നെ അതീവ ഗുരുതരമാണ്. 50-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ മരിച്ചവരിൽ ഒരു കുട്ടിയും 2 പുരുഷന്മാരും 2 സ്ത്രീകളും ഉണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയുവാൻ സാധിക്കുന്നത്. ഒരു സുരക്ഷാ വീഴ്ചയുടെ ഒരു വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയില്ലേ ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഈ ഒരു അപകടം? സുന്ദരി, ആഘോഷം ദുരന്തമായി മാറിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCBയുടെ വിജയാഘോഷത്തിലാണ് ദുരന്തമുണ്ടായിരിക്കുന്നത്. തിക്കിലും തിരക്കിലും പെട്ട 10 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. 6 പേർക്ക് ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. 26 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെയും പരിക്ക് ഗുരുതരമെന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇന്നലെ ആണ് IPLലെ ഫൈനലിൽ RCB ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് വിജയ കിരീടം അണിയുന്നത്. 18 വർഷത്തിന് ശേഷം ഈ കപ്പിൽ മുത്തമിടുമ്പോൾ അവർ ആ കപ്പുമായി തങ്ങളുടെ മണ്ണിലേക്ക് വരുമ്പോൾ നൽകുന്ന സ്വീകരണ പരിപാടിയാണ് ഇന്നിപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കേണ്ടിയിരുന്നത്. ആ സ്റ്റേഡിയത്തിൽ നേരത്തെ തന്നെ വിക്ടറി പരേഡ്, അതുപോലെ തന്നെ താരങ്ങളുടെ റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷേ ക്രമീകരണങ്ങളെല്ലാം പാളി. സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഒരുക്കാതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ 10 പേർ ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്ന, ഈ തിക്കിലും തിരക്കിലും പെട്ട 10 പേർ മരണപ്പെട്ടിരിക്കുന്ന ഈ സംഭവം എന്ന് പറയുന്നത്. ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ക്രമാതീതമായി ജനക്കൂട്ടം ഇടിച്ചു കയറി. ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത് കായിക പ്രേമികളുണ്ട്, അതുപോലെ മറ്റുള്ളവരുണ്ട്, സാധാരണക്കാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്റ്റേഡിയത്തിനകത്തേക്ക് ഇരച്ചു കയറിയത്. തങ്ങളുടെ പ്രിയ താരങ്ങളെ നേരിട്ട് കാണുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം വിക്ടറി പരേഡ് ഉള്ളത് കൊണ്ട് തന്നെ താരങ്ങൾ തൊട്ടടുത്തുകൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും അടുത്ത താരങ്ങളെ കാണാനും അവർ ഈ വിജയം നേടിയതിൽ അവരെ ആഹ്ലാദത്തോടെ അവർക്ക് കരഘോഷങ്ങൾ നൽകി അവരെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ വലിയൊരു ജനാവലി ഇവിടേക്ക് ഇടിച്ചു കയറിയത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയില്ല. ഇതെല്ലാം പാളിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ തന്നെ സമ്മതിക്കുന്നത്. മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യം വരെ കർണാടക സർക്കാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വലിയ ദുരന്തത്തിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളതാണ് ആ മാപ്പ് ചോദിക്കലിൻ്റെ ഭാഗമായി നമുക്ക് പറയാനുള്ളത്. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് 18 വർഷത്തിന് ശേഷം സ്വർണ്ണ കിരീടവുമായി ഇവിടേക്ക് വരുമ്പോൾ, IPL കിരീടവുമായി വരുമ്പോൾ ഈ പറയുന്ന വിക്ടറി പരേഡും അതുപോലെ തന്നെ താരങ്ങളുടെ അടുത്ത് കാണുന്ന അടക്കമുള്ള താരങ്ങൾക്ക് സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം, ഇതെല്ലാം ചേർത്ത് വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വിപുലമായ പരിപാടി ഒരുക്കുമ്പോൾ തന്നെ അതിന് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ സ്റ്റേഡിയത്തിൽ നടത്തേണ്ടതുണ്ട്. പക്ഷേ അവിടെയൊക്കെയാണ് സർക്കാരിന് പാളിയത് എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് പറയേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നതായിരുന്നു, എല്ലാ ഗേറ്റുകളിലും ആളുകൾ, ഗേറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഗേറ്റിൽ പോലും വലിഞ്ഞു കയറി നിന്ന് താരങ്ങളെ കാണുന്നതിനും അതുപോലെ മുകളിൽ കയറിയിരുന്ന താരങ്ങളെ കാണുന്നതിനും വേണ്ടി ആളുകൾ വരുന്നു. സ്ത്രീകളടക്കം കുട്ടികളടക്കം നിരവധി പേർ ഇതിനകത്തേക്ക് വന്നു. അങ്ങനെ ആ തിക്കിലും തിരക്കിലും ഇടയിൽപ്പെട്ടാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. 10 പേർ മരിച്ചു എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണമാണ്. 6 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുണ്ട്. പരിക്കേറ്റവരുടെ വ്യക്തമായ ഒരു കണക്ക് സർക്കാർ ഇതുവരെയും നൽകിയിട്ടില്ല. 26 പേരുടെ കണക്കാണ് ഇപ്പോൾ നൽകുന്നത്. കൂടുതൽ പേർക്ക്, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നതാണ്, കൂടുതൽ പേർക്ക് എന്തായാലും തിക്കിലും തിരക്കിലും പരിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട സാഹചര്യമാണിത്. കാരണം ഓരോ ഗേറ്റിലും കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ആളുകളെ ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കണം. കാരണം ക്രമാതീതമായ ജനക്കൂട്ടം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി ഓരോ കേന്ദ്രങ്ങളിൽ വെച്ച് ബാരിക്കേഡുകൾ തീർത്ത് അവരെ നിയന്ത്രിക്കേണ്ട ഒരു സംവിധാനം, ഇതൊക്കെ ഇവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദുരന്തത്തിൻ്റെ ആദ്യഘട്ടമെന്നോണം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ, മുഖ്യമന്ത്രി അടക്കം, ശിവകുമാർ അടക്കം ഇതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മാപ്പ് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത്.